മരുമകൻ പോലീസ് ഇൻസ്പെക്ടറാണെന്നും തനിക്ക് പുതുതായി തുടങ്ങിയ കടയിൽ കുറച്ച് സാധനങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ട് കടയിലെത്തി പണം കവർന്നതായി പരാതി. കുണ്ടറ പെരുമ്പുഴയിൽ വർഷങ്ങളായി പലചരക്ക് മൊത്തക്കച്ചവടം നടത്തിവരുന്ന അബ്ദുൽ കലാമിന്റെ നാഷണൽ സ്റ്റോറിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ഇൻസ്പെക്ടറാണ് തന്റെ മരുമകനെന്നും പുതുതായി താൻ തുടങ്ങിയ കടയിൽ കുറച്ച് സാധനങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ടാണ് മോഷ്ടാവ് എത്തിയത്. ഈ സമയം അസർ നിസ്കാരത്തിനായി പള്ളിയിൽ പോകേണ്ട സമയമായതിനാൽ സാധനങ്ങൾ തിരികെ എത്തിയ ശേഷം നൽകാമെന്ന് കടയുടമ പറഞ്ഞ ശേഷം അദ്ദേഹം പള്ളിയിലേക്ക് പോയി. പണം സൂക്ഷിക്കുന്ന മേശയുടെ താക്കോൽ കടയിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവച്ചതിനു ശേഷമാണ് അദ്ദേഹം പോയത്. എന്നാൽ ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു മോഷ്ടാവ്. തുടർന്ന് താക്കോൽ ഇരുന്ന സ്ഥലത്ത് നിന്നും എടുത്ത് മേശയുടെ ഡ്രോ തുറന്ന് 50,000 രൂപയും മോഷ്ടാവെടുത്ത് കടന്നു കളഞ്ഞു. പള്ളിയിൽ പോയി തിരികെ എത്തിയ കടയുടമ മേശ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മേശയുടെ ഉള്ളിൽ വച്ചിരുന്ന പണം മോഷണം പോയതായി കണ്ടെത്തി. ഉടൻ തന്നെ സമീപത്തെ കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചു. പണം കവർന്ന മോഷ്ടാവ് പെരുമ്പുഴ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷ വിളിച്ച് കുണ്ടറ ആശുപത്രി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോയത്. ഓട്ടോറിക്ഷ പോകുന്നതായി CCTV ദൃശ്യത്തിൽ കാണാം. ഉടൻ തന്നെ കടയുടമ കുണ്ടറ പോലീസിൽ പരാതി നൽകി. പോലീസ് കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള ടുഡേ. ഇന്നലെ ഇത് ഒരു 3:30 കൂടി പെരുമ്പുഴ നമ്മളെ ജംഗ്ഷനിൽ കണ്ണാലൂരിലേക്ക് ബസ്സിന് ഓപ്പോസിറ്റ്, അതായത് മസ്ജിദിന് ഓപ്പോസിറ്റ് ആയിട്ട് ആണ് എൻ്റെ പിതാവിൻ്റെ കട. അപ്പോൾ ഇവിടെ ഒരു 3:30 മണിക്കൂർ കൂടി ഒരാൾ എൻ്റെ വാപ്പ മാത്രം ഒറ്റയ്ക്കുള്ള സമയത്ത് വന്നിട്ട് അയാൾ കുണ്ടറ സ്റ്റേഷനിൽ SI ആണെന്നും അയാളുടെ മരുമകൻ മോദി മുക്കി ഒരു കട തുടങ്ങാൻ പോകുന്നു, അതിനെ കുറിച്ച് സാധനം വേണമെന്നും പറഞ്ഞാണ് ഇവിടെ വാപ്പയെ സമീപിക്കുന്നത്. വാപ്പയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ 3:45 ആയപ്പോഴത്തേക്ക് പള്ളിയിൽ ബാങ്ക് വിളിച്ചപ്പോൾ പുള്ളി നമസ്കാരത്തിനായിട്ട് അസർ നമസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് പോയി. ആ സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞിട്ട് എന്നാൽ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നമസ്കരിച്ച് വന്നതിനേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പോയി. അപ്പോൾ ഇയാൾ അങ്ങോട്ട് മാറിയിരുന്നു. പാപ്പ പള്ളിയിൽ പോയ സമയത്ത് പോകുന്നതിന് മുമ്പ് കളക്ഷൻ പൈസ എടുത്ത് അടിയിലോട്ട് വെച്ച് കൂട്ടിയിട്ട് താക്കോൽ കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ 83 വയസ്സുണ്ട്, കൈ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് വേറൊരു ഭാഗത്തേക്ക് വെച്ചു. പിന്നെ SI ആണെന്ന് പറഞ്ഞുകൊണ്ട് സംശയമില്ല, ഇയാളെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ടിപ് ടോപ്പായിട്ട വേഷവും അങ്ങനെ പുള്ളി ആ ഭാഗത്തേക്ക് പിന്നെ ഈ താക്കോല ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പള്ളിയിലോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ഈ ട്രോ തുറന്നു കിടക്കുന്നു, മേശയുടെ ട്രോ തുറന്നു കിടക്കുന്നു. നോക്കിയപ്പം അവിടുന്ന് പൈസ കാണുന്നില്ല. അതിന് 50,000-ഓളം രൂപ എടുത്ത് ഇവൻ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് കുണ്ടറയിലേക്ക് പോയായിട്ടാണ് CCTV കാണുന്നത്. നമ്മളത് ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു. പോലീസ് ഇന്നും ഇന്നലെയായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മുടെ രാജേഷ് സാറ്, കുണ്ടറ CI രാജേഷ് സാറ് നേരിട്ട് വന്നു അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പ്രതിയെ, ഈ മോഷ്ടാവിനെ കണ്ടുപിടിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥ പരിശ്രമം നടക്കുന്നുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും.